പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അരിപ്പൊടി വെച്ച് വെറും 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ആവിയിൽ വേവിച്ചെടുത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതൊരു മിക്സി ജാറിലേക്ക് കുറച്ച് ഈത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 8 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷമാണ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് ഒന്നങ്ങ് ഒരുപാട് പേസ്റ്റായി പോകരുത്. ഇതുപോലെ ഒന്നങ്ങ് തരിതരിയായിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി ഒരു പാത്രം ഞാൻ ഗ്യാസ് അടുപ്പിൽ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ലപോലെ ഒന്ന് ചൂടായി ഒന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ബദാമും ചെറുതായി കട്ട് ചെയ്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് രണ്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നട്ട്സും തേങ്ങാക്കൊത്തൊക്കെ ഇതുപോലെ മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ സ്നാക്ക് കഴിക്കുമ്പം ഇടയ്ക്ക് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. തേങ്ങാക്കൊത്തൊന്ന് മൂത്തൊന്ന് കഴിയുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി അരിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 അച്ച് ശർക്കര 1 കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തതായിരുന്നു. അത് ഇതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യത്തിനുള്ള മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ശർക്കര എടുക്കുക. ഇനിയിപ്പോൾ ഇതിലും കുറച്ച് മധുരം വേണമെങ്കിൽ ഇതിൽ കുറച്ച് ശർക്കര എടുത്താൽ മതി. ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് മാറ്റി വെച്ചിരുന്ന ഈത്തപ്പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈത്തപ്പഴത്തിൽ നല്ല മധുരമാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള മധുരമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3-4 ഏലക്കായ കുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരവിയത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. ഇനി ഇത് നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 1 കപ്പ് അരിപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ലൂസായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാവ് ഒരുപാട് ഹാർഡായി പോകരുത്, കുറച്ച് ലൂസായിട്ടുള്ളൊരു പരുവത്തിലുള്ള മാവായിട്ടാണ് നമുക്കിത് വേണ്ടത്. കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത്. മാവൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതാ ഈ ഒരു പരുവത്തിൽ മാവ് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കായി പോകരുത്, ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നീട് ഒരു 10 മിനിറ്റ് നമുക്കിത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പിന്നെ കുറച്ചായിട്ട് വാഴയിലേക്ക് വെച്ച് കൊടുത്തൊന്ന് ആവി കയറ്റി എടുക്കണം. ഇപ്പോൾ അതായത് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഞാൻ വാഴയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് വാഴയില എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം കുറേശ്ശെ മാവ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഈ ഒരു രീതിയിലൊന്നങ്ങ് മടക്കിയെടുത്താൽ മതി. അങ്ങനെ ഞാൻ മാവെല്ലാം വാഴയിലേക്ക് വെച്ച് പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം. ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഇതെല്ലാം വെച്ച് കൊടുക്കാം. മൂടി വെച്ചൊരു 5 മിനിറ്റ് അത്രയും സമയം നമുക്ക് ആവി കയറ്റി എടുത്താൽ മതി. മാവൊക്കെ ഓൾറെഡി വെന്ത് തന്നെയാണ്. പിന്നെ ഒന്നങ്ങ് ആവി കയറ്റി എടുത്താൽ മാത്രം മതി. ഇപ്പോൾ അതാ നമ്മുടെ പലഹാരമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നങ്ങ് ചൂടാറി വരണം. അതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇതൊന്ന് ആവി കയറ്റി കൂടെ എടുത്ത് കഴിയുമ്പോൾ മാവൊക്കെ നല്ലപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ചൂടാറി വന്ന് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഇതാ അരിപ്പൊടി വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.